നമസ്കാരമുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് കേട്ടോ. വളരെ സന്തോഷം നൽകുന്ന വാർത്ത. നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ സാറ് ബ്ലൂംബർഗ് എന്ന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ സന്തോഷ വാർത്ത പങ്കുവച്ചത്. അത്രേ അങ്ങനെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ തിരുവനന്തപുരത്തോ മറ്റോ നടന്ന ഈ സമുദ്ര മിഷനുമായി നടന്നിട്ടുള്ള ഒരു കോൺഫറൻസിലും അദ്ദേഹം ഇത് വെളിപ്പെടുത്തി എന്ന് പറയുന്നു. എന്തായാലും മാധ്യമങ്ങളെല്ലാം തന്നെ, മലയാളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ ടാറ്റ നമ്മുടെ നാട്ടിൽ ഒരു 10,000 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഷിപ്പ് ബിൽഡിംഗ് ആരംഭിക്കാൻ പോകുന്നു എന്നാണ്. അത് കേട്ടപ്പോൾ സത്യത്തിൽ വലിയ സന്തോഷം തോന്നി കേട്ടോ. കാരണം ചുരുങ്ങിയതൊരു 5,000 പേർക്കെങ്കിലും നേരിട്ടിട്ടുള്ള ജോലി കിട്ടും. പിന്നെ അനുബന്ധമായിട്ട് ഒരു 10,000-20,000 പേർക്കെങ്കിലും ജോലി കിട്ടാതിരിക്കില്ല. പോകെ അതിനോടനുബന്ധിച്ച് ഒരുപാട് പേർക്ക് അതുമായി ജീവിതം കെട്ടിപ്പടുക്കാമെന്നുള്ള വലിയ സ്വപ്നമാണ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞൊരു 10 വർഷം ഈ ഇരട്ടച്ചങ്കൊക്കെ ഉണ്ട് എന്ന് പറയും. ഈ ഒരു കാര്യങ്ങൾ നിശ്ചയിച്ച് അത് നടപ്പിലാക്കും എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ പിണറായി വിജയൻ. അദ്ദേഹത്തിന് പോലും സാധിക്കാത്തൊരു കാര്യം ഈ വി ഡി സതീശൻ സാറ്, കാരണം വിസ്മയങ്ങൾ സൃഷ്ടിക്കുമെന്ന് കേരളത്തിന് ഉറപ്പ് കൊടുത്തുകൊണ്ട് അധികാരത്തിൽ വന്ന് കേവലം 60 ദിവസം പോലും ആയിട്ടില്ല. അതിനു മുമ്പ് 13,000 കോടിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ വിഴിഞ്ഞത്ത് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു എന്ന് നമ്മൾ കേട്ടത്. പിന്നെ കേൾക്കുന്നത് 10,000 കോടി ടാറ്റ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. നമ്മുടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെയൊക്കെ മനസ്സിൽ ശരിക്കും ലഡ്ഡു പൊട്ടി കേട്ടോ. ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കാൻ പറ്റുമോ ഈ കേരളത്തിൽ? 10 വർഷം നീണ്ട എന്തിനും തയ്യാറായി വലിയൊരു വികസന മാർഗമാണ്, വികസന മാർഗരേഖയാണ്, അല്ലെങ്കിൽ വികസന കാഴ്ചപ്പാടാണ് ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കുക എന്നൊക്കെ പറഞ്ഞ ഇടതുപക്ഷം കോപ്പ് കൂട്ടിയിട്ട് എന്താണ് ഇവിടെ നടന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. അതിനുശേഷം ഇതാ ഇങ്ങനൊരു കാര്യമുണ്ട്. പക്ഷെ അപ്പോൾ പലരും പറഞ്ഞു കേട്ടോ ഈ ഒരു ഘട്ടത്തിൽ, കാരണം കേരളത്തിൽ ഇനി കരയിൽ കാര്യമായൊരു വികസനമൊന്നും നടക്കില്ല. ഈ NH വന്നു, കരയിൽ തീരദേശ റെയിൽവേ വന്നു, പിന്നെയോ മലയോര ഹൈവേ വന്നു, ബാക്കി റോഡുകളൊക്കെ ഏറെക്കുറെ വികസിച്ചു കഴിഞ്ഞു. ഇനി ഈ കരയിൽ സ്ഥലമൊന്നും ബാക്കിയില്ല. കേരളയിലാണ് പിന്നെ ഒന്നും ബാക്കിയുണ്ടായിരുന്ന അതിവേഗ തീവണ്ടി പാത. അതിനിവിടെ വലിയ സ്കോപ്പില്ല എന്നുള്ളത് നമ്മൾ ഏതാണ്ട് കഴിഞ്ഞ സർക്കാർ പറ്റുമെങ്കിൽ തല കുത്തി നിന്നെങ്കിലും അത് നടപ്പിലാക്കേണ്ടിയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇരട്ട ചങ്കുണ്ടായിരുന്നിട്ടും പിണറായി വിജയന് അതിനോട് സുല്ല് പറഞ്ഞ് പോകേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ മറക്കണ്ട. അപ്പോഴല്ലേ ഈ 600 കിലോമീറ്റർ ദൂരത്തിൽ കേരളത്തിൻ്റെ ഒരു ഭാഷ അങ്ങനെ എന്ത് കിടക്കുകയാണ്? സമുദ്രം കിടക്കുകയാണ്. ആ ആഴക്കടലിൽ എന്താ കിടക്കണം? വികസനത്തിൻ്റെ മുത്താ കിടക്കണത്. അത് നമ്മുടെ സതീശൻ സാറ് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഇനി വികസനം കൊണ്ടുവരാൻ ബാക്കി അവിടെയുള്ളൂ എന്ന് ഏതാണ്ട് അദ്ദേഹം തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമാണത്രേ ഈ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ വരവ്. അങ്ങനെ നമ്മളെന്താണ് ആനന്ദത്തിൽ അങ്ങനെ ആറാടി ഇതാ വരാൻ പോകുന്നു വലിയൊരു വിസ്മയകാലം അല്ലെങ്കിൽ പുതുയുഗം എന്നൊക്കെ നമ്മളങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. 13,000 കോടി ഓൾറെഡി വന്നല്ലോ. പക്ഷെ അത് പെട്ടെന്ന് തന്നെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ചിലരൊക്കെ ചില കുശുമ്പ് കൊണ്ട് അതിന് ചില തടയൊക്കെ ഇട്ടിപ്പോൾ ഒരു കമ്മിറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വാർത്തയും കൂടെ നമ്മൾ കേൾക്കുന്നത്. കാരണം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നിയമസഭയിലെ ഒരു പ്രസംഗത്തിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ റിവേഴ്സ് റെമിറ്റൻസ്, ഇവിടെ പണിയെടുക്കുന്ന 40 ലക്ഷത്തോളം വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരു ദിവസവും ഒരു മാസമൊക്കെ ഇവിടുന്ന് കോടിക്കണക്കിന് രൂപയാണ് അവരുടെ നാടുകളിലേക്ക് അയക്കുന്നത്. അതൊക്കെ ഇവിടെ തന്നെ ചിലവായിരുന്നെങ്കിൽ, ഇവിടെ തന്നെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വലിയൊരു സ്വപ്നം കണ്ടപ്പോൾ നമ്മൾ ഇതൊക്കെ എന്താണിത്, എന്തൊരു അപാരമായ സാധ്യതയാണ് ഈ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് കോൾമയർ കൊള്ളുകയും നമ്മൾ തന്നെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ 3.5 ലക്ഷത്തിൽ പരം ആൾക്കാരാണ് അത് കാണുകയും അനുകൂലമായും പ്രതികൂലമായും ഒരു ന്യൂട്രൽ സ്റ്റാൻഡൊക്കെ വെച്ചുകൊണ്ട് പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ അതിനോട് രേഖപ്പെടുത്തിയത്. അതുപോലെ ഒരു വലിയ സാധ്യതയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു ഈ ടാറ്റ. കാരണം ടാറ്റയെ പോലെ ഒരു കമ്പനിയൊക്കെ കേരളത്തിൽ വന്ന് 10,000 കോടി നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാൻ പറ്റുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ എന്തുണ്ടായി അറിയോ? ഇന്നൊരു വാർത്ത കേട്ടപ്പോൾ ഇതാ കിടക്കണോ മലപ്പുറം കത്തി എന്ന മാതിരിയായി. അതൊന്ന് കേട്ടു നോക്കാം നമുക്ക്. കേരളത്തിലെ കപ്പൽ നിർമ്മാണ പദ്ധതിക്കായി 10,000 കോടിയുടെ നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം തള്ളുകയാണ് ടാറ്റ ഗ്രൂപ്പ്. കേരളത്തിലെന്നല്ല ഒരിടത്തും കപ്പൽ നിർമ്മാണശാല ടാറ്റ നിർമ്മിക്കുന്നില്ലെന്ന് കമ്പനി വിശദീകരിച്ചു. ടാറ്റ ഗ്രൂപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് ദേശീയ മാധ്യമമായ എക്കണോമിക് ടൈംസ് വാർത്ത നൽകിയിരുന്നത്.
ദക്ഷിണേന്ത്യയിലോ അത്തരം നിക്ഷേപങ്ങൾക്ക് നിലവിൽ ആലോചനയില്ല എന്ന് ടാറ്റ വക്താക്കൾ. മുഖ്യമന്ത്രിക്ക് ആരെങ്കിലും തെറ്റായ വിവരം നൽകിയതാകാമെന്നും എക്കണോമിക് ടൈംസിന് നൽകിയ മറുപടിയിൽ ടാറ്റ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതിശയോക്തി നിറഞ്ഞതെന്നും ടാറ്റ അധികൃതർ. കൂടുതൽ വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് സജിനാണ് ചേരുന്നത്. സജിൻ, ചെറിയൊരു പദ്ധതിയെക്കുറിച്ചല്ല പറഞ്ഞത്, മുഖ്യമന്ത്രി വലിയൊരു നിക്ഷേപത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ സാധ്യതകളൊക്കെ പരിശോധിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിലിപ്പോ ടാറ്റ ഗ്രൂപ്പ് എന്താണ് വിശദീകരിക്കുന്നത്? ഈ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത് കേട്ട് അമ്പരന്നു ഈ ഗ്രൂപ്പ്. കാരണം ഇത്തരത്തിൽ യാതൊരു പദ്ധതിയും കേരളത്തിലെന്നല്ല ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിലോ രാജ്യത്തോ മറ്റെവിടെയോ ഇപ്പോൾ നിലവിൽ ടാറ്റ ഗ്രൂപ്പിന് ഇത്തരത്തിൽ കപ്പൽ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടില്ല. ഇത്തരത്തിൽ വലിയ നിക്ഷേപം 10,000 കോടിയുടെ നിക്ഷേപം നടത്താനുള്ള ഒരു ഉദ്ദേശവും നിലവിൽ ഈ ടാറ്റ ഗ്രൂപ്പിനില്ല എന്ന് തന്നെയാണ് ഈ ഗ്രൂപ്പ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിലും. എൻ്റെ അമ്മോ, എന്താ ഈ കേൾക്കണത്? 2 ദിവസം മുമ്പല്ലേ നമ്മൾ ടാറ്റ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോണു, വലിയ വിപ്ലവം വരാൻ പോണു, വലിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ പോണു എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളൊക്കെ അങ്ങനെ കൊട്ടിക്കൂട്ടിച്ച് ചർച്ച നടത്തി വലിയ സ്വപ്നം കണ്ടൊക്കെ ഇരുന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല, ഞങ്ങൾ ആലോചിച്ചിട്ട് പോലുമില്ല എന്ന് പറയുന്നത് അതെന്തൊരു ഏർപ്പാടാണത്? ഇതിനാരാന്നാണോ പറയുന്നത്? ടാറ്റ എന്നാണോ പറയുന്നോ? അതോ നമ്മുടെ മുഖ്യമന്ത്രി എന്ത് കണ്ടിട്ടാണ് ഇത് പറഞ്ഞത്? നമുക്ക് ഒന്നും ആലോചിച്ചിട്ടൊരു പിടുത്തവും കിട്ടുന്നില്ല. ഇതെന്താ ഈ തൊട്ടതെല്ലാം പ്രശ്നമുണ്ടല്ലോ, തൊട്ടതെല്ലാം പ്രശ്നമാണ്. ആദ്യം മുതൽ ഇപ്പോൾ ഈ 2 മാസത്തിനുള്ളിൽ എന്തെല്ലാം പരിപാടി വന്നോ അതൊക്കെ യൂ ടേൺ അടിക്കുകയാണ്. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ പോകണമെന്ന് പറയുന്നു. ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയർ വെക്കണത് അത് യൂ ടേൺ അടിച്ച് അതങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ എവിടെ എത്തും എങ്ങോട്ട് പോകുന്നൊന്നും അറിയില്ല. അതെന്തായാലും സമ്മതിച്ചു കൊടുത്തേ പറ്റൂ എന്നുള്ളതാണൊക്കെ കേൾക്കുന്നത്. അതുപോലെ ടാറ്റയുടെ കാര്യവും 2 ദിവസം കഴിഞ്ഞപ്പോൾ കമ്പനിക്കാരെന്നെ പറയാണ്, ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ട് പോലും മനസ്സിൽ അങ്ങനെ ഒരു സംഭവമില്ല, കേരളത്തിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റേ ആലോചിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇതെന്താ ചെയ്യണേ? ഈ ജനങ്ങളെ പൊട്ടന്മാരാക്കുക എന്നൊക്കെ പറഞ്ഞാലേ ഇതിൽ പരം ഇത് മാധ്യമങ്ങളാണോ ചെയ്യുന്നത് അതോ നമ്മുടെ മുഖ്യമന്ത്രി സാറാണോ ചെയ്യുന്നത്? ആരാണ് ഇതിൻ്റെ പുറവിൽ? എനിക്ക് തോന്നുന്നത് ഇത് വാർത്ത കേട്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് ചോദിച്ചത്, അദ്ദേഹം കോൺഗ്രസ് അനുഭാവിയാണ് കേട്ടോ. ഇത് വല്ലാത്തൊരു നാണക്കേടായി പോയല്ലോ. കാരണം ഒരുപാട് റീല് ചെയ്ത് കളഞ്ഞു. ഏത് വലിയ സംഭവം നടക്കാൻ പോകുന്നു, ഇത് കണ്ടോ, കേവലം 60 ദിവസത്തിനുള്ളിൽ മഹാസംഭവമാകുന്നു എന്നൊക്കെ പറഞ്ഞ് വിസ്മയം സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് 100 ആയിരക്കണക്കിന് റീലുകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. 2 ദിവസത്തെ ആയുസ് കൊണ്ട് അതങ്ങനെ ഡിം എന്ന് പറഞ്ഞിട്ട് കിടക്കുകയാണ്. ഏത് വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. എന്താണ് ഈ ഇദ്ദേഹം തൊടുന്നതൊക്കെ ഇങ്ങനെ ആവണതെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടോ. ഇനി മറ്റൊരു കോൺഗ്രസ് സുഹൃത്ത് പറഞ്ഞെന്താ അറിയോ? ഈ സതീശൻ്റെ പേര് മനഃപൂർവ്വം ചീത്തയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് കളിക്കുന്നുണ്ടോ, അതിൻ്റെ ഭാഗമായിട്ട് ചിലരെല്ലാം വന്ന് അദ്ദേഹത്തെ ഈ വിധത്തിലൊക്കെ പറഞ്ഞ് പറ്റിച്ച് കാര്യങ്ങൾ നാറ്റിക്കാനുള്ള ഏർപ്പാടാണോ എന്ന് അദ്ദേഹം ഒരു ശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അറിയില്ല കേട്ടോ, അത് അവരുടെ പാർട്ടിയിലെ കാര്യം, അവരുടെ ഇടയിലെ കാര്യം നമുക്കൊന്നും അറിയില്ല. അപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെയാണോ, മൂന്നാമതൊരാളാണോ, ഇദ്ദേഹത്തിൻ്റെ പേരങ്ങ് നാശമാക്കി ചീത്തയാക്കി കളയാനുള്ള വല്ല പദ്ധതിയുണ്ടോ, നാറ്റിച്ച് കളയാനുള്ള വല്ല പദ്ധതിയുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പ്രേക്ഷകർക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സ് ആയിട്ട് ഇട്ടോളൂ കേട്ടോ. ഞാൻ പ്രതീക്ഷിക്കുന്നത് അതെന്തോ ഒരു അടവാണ്. കാരണം ഇത് ലീക്കായി വാർത്തയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി ഒരു പക്ഷേ മറ്റാരെങ്കിലും വന്നിട്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കളയുമോ എന്ന് വിചാരിച്ച് വളരെ രഹസ്യമായി വെച്ചതായിരിക്കാം. അതൊരു പക്ഷേ ടാറ്റ കമ്പനിയും ഈ സർക്കാരും കൂടെ തൽക്കാലം അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ മറ്റേതെങ്കിലും കമ്പനികളുടെ വരവിനെ അത് ബാധിക്കുമെന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നാറ്റക്കേസായി എന്നാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നുള്ളൂ. കാരണം അത്രമാത്രം മോശമായിപ്പോയി. വലിയ പ്രതീക്ഷ കൊടുക്കുകയാണ് നമ്മുടെ യുവജനങ്ങളൊക്കെ. PSCയുടെ ഒരു കേസ് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നീട്ടും, കാലാവധി നീട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വന്നാൽ, അധികാരത്തിൽ വന്നാൽ പിറ്റേ ദിവസം നിങ്ങൾക്കൊക്കെ അപ്പോയിൻമെൻറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അവർ സമരം ചെയ്യുമ്പോൾ, PSC റാങ്ക് ഹോൾഡേഴ്സൊക്കെ സമരം ചെയ്യുമ്പോൾ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഇനിയിപ്പോൾ എന്ത് പറയും? അവരിപ്പോൾ അവിടെ ഇലയിട്ടിട്ട് മണ്ണ് വാരി തിന്നുന്ന കാഴ്ചയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട്. കൈകൂപ്പി നിന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു സമര പരമ്പര. ഒരുവിധം റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ തന്നെ സമരമുഖത്താണെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇത് എന്താ ഇങ്ങനെ എന്നെനിക്ക് പ്രേക്ഷകരോടാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടിടുക. എന്തായാലും ഈ കാഴ്ചകൾ തുടരുമെന്ന് നമ്മൾ ഓരോ വീഡിയോയിലും പറയാറുള്ളത് പോലെ ഈ വിസ്മയ കാഴ്ചകൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കുന്നതുകൊണ്ട് നമുക്കിത് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.